ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ പോകുന്നു. ചില അടയപ്പെട്ട വാതിലുകളെ നിങ്ങൾക്ക് മുമ്പിൽ കർത്താവ് തുറക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ. വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മാസങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കാം. ആ വാതിലൊന്ന് തുറക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രതിസന്ധി ആയിരുന്നാലും നിങ്ങളുടെ കരച്ചിന്റെ ശബ്ദം അവൻ കേട്ടിട്ടുണ്ട് കേട്ടോ. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി ഒരു വാതിൽ തുറക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7:34 ഇങ്ങനെ വായിക്കുന്നു: തുറന്നു വരിക എന്ന അർത്ഥമുള്ള യഫത എന്ന് പറഞ്ഞു. അതെ, തുറന്നു വരിക എന്നർത്ഥമുള്ള യഫത എന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ ആ ഇൻസിഡന്റ് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. അതിൻ്റെ 32, 33 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവിടെ അവൻ വിക്കനായൊരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ മേൽ കൈവെക്കണം എന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫത എന്ന് പറഞ്ഞു. അതെ, തുറന്നു വരിക എന്ന അർത്ഥമുള്ള യഫത എന്ന പദം പറഞ്ഞപ്പോൾ ഇൻസ്റ്റന്റായി പൊടുന്നനെ സൗഖ്യം നടന്നു. അത്രയും നാള് അടയപ്പെട്ടിരുന്നത് തുറന്നു വന്നെന്ന്. എന്താ അത്ഭുതം സംഭവിച്ചത്? ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. അതെ, ഇന്ന് പകലിൽ അസംഭവ്യമായ കാര്യങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ യഫത എന്ന് ഒന്ന് ഉച്ചരിക്കാമോ? ആ പദം ഒന്ന് വിളിച്ചു പറയാമോ? നിങ്ങളുടെ ജീവിതത്തിന്മേൽ അടയപ്പെട്ട ചില ഡോറുകൾ ഓപ്പൺ ആകുന്നത് കാണുവാൻ സാധിക്കും. അതെ, നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത് കാണുവാൻ സാധിക്കും. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചിട്ട് ആ പദം ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ യഫത എന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾക്കായി ചില ഡോറുകൾ ഓപ്പൺ ആകുവാൻ പോകുന്നു. അതെ, ശുശ്രൂഷകരെ കേട്ടാട്ടെ, ശുശ്രൂഷകരെ, ദൈവദാസന്മാരെ കേട്ടാട്ടെ. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും അടയപ്പെട്ട ചില ശുശ്രൂഷ മേഖലകളാണോ? ദൈവം നിങ്ങൾക്കായി രാജ്യങ്ങളുടെ ഡോറുകളെ ഓപ്പൺ ആക്കുവാൻ പോകുന്നു. അതെ, പട്ടണങ്ങളുടെ വാതിലുകളെ ഓപ്പൺ ആക്കുവാൻ പോകുന്നു. ആ വിശ്വാസികളെ കേട്ടാട്ടെ, കേട്ടാട്ടെ. നാളുകളായി നിങ്ങൾ ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? പരിശുദ്ധാത്മാവ് ശക്തമായി ആരോടോ ആലോചന അറിയിക്കുന്നു. അതെ, ബിസിനസ്സിന്മേൽ ചില ഡോറുകൾ ഓപ്പൺ ആകുന്നു. ജോലി സംബന്ധമായിട്ടുള്ള ചില ഡോറുകൾ ഓപ്പൺ ആകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ. അത്ഭുതം നിങ്ങൾ കാണുവാൻ പോകുന്നു. യഫത, നിങ്ങളുടെ പ്രതിസന്ധിയെ നോക്കി ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. യഫത, ഞാൻ അത്ഭുതം കാണുവാൻ പോകുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടയപ്പെട്ട ഡോറുകൾ യേശുവിന്റെ നാമത്തിൽ അവർക്കായി സ്വർഗം തുറന്നതിനിട്ട് നന്ദി പറയുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകലമാനവുമൊത്തും കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.